ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിന് മികച്ച വിജയം. ചിലിയെ നേരിട്ട ആൻസലോട്ടിയും സംഘവും എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് വിജയിച്ചത്. മത്സരത്തിന് 38-ാം മിനിറ്റിൽ 18-കാരൻ എസ്താവോ ആണ് ബ്രസീലിന് ആദ്യ ലീഡ് നൽകിയത്. ഒറ്റ ഗോൾ ലീഡിൽ രണ്ടാം പകുതിയിൽ ഇറങ്ങിയ ബ്രസീൽ 72-ാം മിനിറ്റിൽ ലൂക്കാസ് പക്കേറ്റയുടെ ഗോളിൽ ലീഡ് ഇരട്ടിയാക്കി. 76-ാം മിനിറ്റിൽ ബ്രൂണോ ഗുയിമർസും കൂടി ലക്ഷ്യം കണ്ടതോടെ ബ്രസീൽ വിജയം ഉറപ്പിച്ചു. യാവോ പെഡ്രോ, റഫീനിയ, മാർനെല്ലി, എസ്താവോ എന്നിവരാണ് ഇന്ന് ബ്രസീൽ മുന്നേറ്റത്തിലിറങ്ങിയത്. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 64% ബോൾ പൊസിഷൻ ബ്രസീലിനായിരുന്നു. 22 ഷോട്ടുകളാണ് ബ്രസീൽ ആകെ തൊടുത്തത്. ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നത് 7 ഷോട്ടുകളാണ്. 585 പാസുകൾ 89% കൃത്യതയോടെയാണ് ബ്രസീൽ പൂർത്തിയാക്കിയത്. 3 ഷോട്ടുകൾ തൊടുത്ത ചിലിയുടെ ഒറ്റ ഷോട്ട് പോലും ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നില്ല. ഈ വിജയത്തോടെ ബ്രസീൽ 17 മത്സരങ്ങളിൽ നിന്ന് 28 പോയിന്റുമായി ലാറ്റിൻ അമേരിക്കൻ ലോകകപ്പ് യോഗ്യതാ പട്ടികയിൽ 2-ാം സ്ഥാനത്താണ്. ബ്രസീൽ നേരത്തെ തന്നെ ലോകകപ്പിന് യോഗ്യത ഉറപ്പിച്ചിരുന്നു. ലോകകപ്പ് യോഗ്യത നഷ്ടമായ ചിലി 10 പോയിന്റുമായി പട്ടികയിൽ അവസാന സ്ഥാനക്കാരാണ്. സെപ്റ്റംബർ 10-ന് ബൊളീവിയക്കെതിരെയാണ് ബ്രസീലിന്റെ അവസാന ലോകകപ്പ് യോഗ്യതാ മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.